ഹായ്, BDG ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എവിടോട്ട് പോവാ വെച്ചോ? നമ്മള് വയനാട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവാണേ. തീർത്ഥാടന യാത്രയും അതിന്റെ കൂടെ തന്നെ ഒരു ഫാമിലി ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലുള്ള യാത്രയാണ്. അപ്പം ഈ യാത്രയുടെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് ബാക്കി യാത്രകളും പുറകെ കാണാം. വ്യത്യസ്തമാർന്ന തനി നാടൻ രീതിയിലുള്ള നല്ല ഫുഡുകളോ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുമെങ്കിൽ അതൊക്കെ കഴിച്ച് നമുക്ക് മുന്നോട്ട് യാത്രകൾ കാണാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ വീഡിയോസുകൾ പരമാവധി ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇറക്കുന്നുള്ളൂ. ഫുൾ ലെങ്ത് വീഡിയോ ഈ പ്രാവശ്യം നമ്മൾ ഈ യാത്ര നമ്മൾ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇറക്കുന്നില്ല. ഷോർട്ടേ കാണത്തുള്ളൂ. ഒരു 3 മിനിറ്റിനകത്തുള്ള വീഡിയോസേ കാണും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു മാറിപ്പോവാനും ഒരു സുഖമായിരിക്കും. ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള യൂട്യൂബേഴ്സോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു സാധാരണ ഏറ്റവും താഴെ ഉള്ള ഒരു യൂട്യൂബറാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കുകൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമൊക്കെ ആയി. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ ഇപ്പോഴാണ് നമ്മളൊന്ന് ഇതായി തുടങ്ങി. കാരണം യാത്രകൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അത് വീഡിയോ ഒന്നും ആക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. ഇല്ലേ യാത്ര പോകുന്നുണ്ട് പ്രയോജനമില്ലല്ലോ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഭാഗങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാൻ കഴിയില്ല. വയനാടല്ല, കൊട്ടിയൂർ ക്ഷേത്രം ഇരിക്കുന്നത് കണ്ണൂരാണ്. പക്ഷെ നമ്മൾ വയനാട് ചെന്നിട്ട് വയനാട്ടിൽ നിന്നാണ് നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് നമ്മൾ ഇതുവരെ പോയി നമുക്ക് ഒരു നല്ല രീതിയിൽ പോയി തൊഴുത് വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വയനാടായതുകൊണ്ടാണ്. വയനാട് മാനന്തവാടിയിലാണ് നമ്മൾ തങ്ങുന്നത്. മാനന്തവാടിയിൽ നിന്ന് 24 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം അത് അവിടെ പോയി നിന്ന് തൊഴുത് വരാൻ എളുപ്പമായതുകൊണ്ടും അവിടെ പാൽച്ചുരം എന്ന് പറയുന്നൊരു ചുരമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചുരത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് നല്ല യാത്രയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തി പോകാൻ നോക്കാം. പിന്നെ കൂടുതൽ വണ്ടി ഓടുന്ന വീഡിയോസുകളൊന്നും ഇതിൽ വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് സ്ഥലവും കാണിക്കും. പ്രധാനപ്പെട്ട രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ഇട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, വഴിയെ ബാക്കി നിങ്ങളിപ്പം ഞങ്ങൾ ഒരുക്കങ്ങൾ അറിയാലോ. ഞങ്ങൾ വണ്ടിയിൽ തന്നെ കിടക്കുന്നത്, ബെഡൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വരുന്നത് കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്. റൂം ബുക്ക് ചെയ്യുന്നത് ബുക്കിംഗ് ആപ്പിലൂടെ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് റേറ്റ് കുറഞ്ഞ റൂമുകൾ നമുക്ക് നല്ല സൗകര്യമുള്ളതൊക്കെ നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൂമുകൾ ബുക്ക് ചെയ്യും. ഇപ്രാവശ്യം അപ്പോൾ പാടി എന്ന് പറയുന്നൊരു റിസോർട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. വയനാട്ടില്ല, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളൊരു റിസോർട്ടാണ്. ഇപ്രാവശ്യം ഹോം സ്റ്റേ നോക്കിയാണ്. പിന്നെ ഹോം സ്റ്റേ നമ്മൾ അവർക്ക് ഒരുപാട് റൂമുള്ള വീടായതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളിതിനാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി നമ്മൾ ഹോം സ്റ്റേ ഒഴിവാക്കിയതാണ്. അപ്പോൾ നമ്മൾ വഴിയെ ബാക്കിയുള്ള വീഡിയോസാണ് കണ്ടേ. ഇതിനടിയിൽ നമ്മുടെ സാധനങ്ങളെല്ലാം വരും. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ബെഡ് ചെയ്യിച്ച കേട്ടോ. ഇങ്ങനെ ഈ അളവിൽ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്യും. ചെയ്ത ശേഷം ഫാനുണ്ട്, ഇവിടെ ഒരു ഫാനുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ വരും. ഈ സീറ്റെല്ലാം നമ്മൾ കിടക്കാൻ നേരം ഫ്രണ്ടിലോട്ടാക്കും. പിന്നെ ഇത് മടക്കി വെച്ചിരിക്കുകയാണ്. ഇത് 2 പീസാണ് കേട്ടോ. ഇത് ഒരു പീസ് കൂടെ ഉണ്ട്. ഇത് 2 പീസാണിത്. ഒരു പീസ് കൂടെ ഉണ്ട്. ഒരു പീസ് കൂടെ ബാക്കിലോട്ട് പോയി. ഇതിപ്പം ഞങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ കുഞ്ഞ് മാത്രമല്ലേ കിടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നമ്മൾ ഇത് ഫുള്ള് നൂത്ത് കഴിഞ്ഞാൽ അങ്ങ് വരെ നമുക്ക് ബെഡാവും, കിടക്കാം. പിന്നെ ഇത് നെറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഗ്ലാസ് താത്തിട്ട് വേണേലും കിടക്കാം. പിന്നെ ഇനി കുറച്ച് സാധനം കൂടെ ഈ ഗ്യാപ്പിലോട്ടൂടെ സാധനം കയറും. അപ്പോൾ ഇങ്ങനെ ഇത്ര സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പം ഈ സീറ്റ് ബെൻഡ് ചെയ്ത് മടക്കി വെച്ചേക്കാണ്. ഈ സീറ്റ് മടക്കി തരാം. അതിൻ്റെ മുകളിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനി നമ്മൾ രാത്രി കിടക്കാൻ നേരം മാത്രമേ കൂടുതൽ ഇത് നല്ല രീതി. ഇതിപ്പം മോള് മാത്രമേ കിടക്കത്തുള്ളൂ. ഞങ്ങൾ വണ്ടി ഓടിക്കുമായിരിക്കും. സാധനം സ്ട്രോങ് ആണ്. തലകണമെല്ലാം ഇട്ടിട്ട് കാണിക്കാം.
നീ പുറപ്പെടാ വന്നു. കഞ്ഞുടിയിടി കൊള്ളാം കഞ്ഞി. അവള് കഞ്ഞി മാങ്ങ കാണുന്നില്ല. ആ നല്ല സൂപ്പർ കഞ്ഞി കേട്ടോ. നല്ല സൂപ്പർ കഞ്ഞി, മത്തങ്ങാക്കറി, മാങ്ങാച്ചാറ്, പപ്പടം എല്ലാം ഉണ്ട്. അടിപൊളി കഞ്ഞി. ഇത് നമ്മുടെ പൊൻകുന്നത്തുനിന്ന് പാലാ റൂട്ടിലോട്ട് കയറുമ്പം പൊൻകുന്നത്തുനിന്ന് ഒരു കിലോമീറ്റർ കഴിയുമ്പം വലത്ത് സൈഡിലാണ്. നല്ല അടിപൊളി കഞ്ഞി കേട്ടോ. കറി മാത്രം വോട്ട് ചെയ്യുന്നത്. കറി എങ്ങനെയുണ്ട്? ഇത്തിരി കറി എഴുതാൻ എൻ്റെ കഞ്ഞി അതിൻ്റെ ഇത്തിരി കഞ്ഞി എഴുതും. അപ്പോൾ അറിയാം എൻ്റെ ടേസ്റ്റ് ഒക്കെ. ഒരു സ്പൂൺ കഞ്ഞിയുടെ കുടിക്കണം. ഒരു സ്പൂൺ കഞ്ഞിയുടെ പോയി അത് നീ വയലോട്ട് പോയി കറിയുടെ കൂടെ പോയി. അപ്പോൾ അറിയാം. കുടിക്കടി കുടിക്കടി. ഓഹോ ഞാൻ കഞ്ഞിയുടെ പോരി. സെറ്റല്ലേ? ചോറ് തിന്നുന്നവരല്ലേ ഉണ്ടോ? ഈ കഞ്ഞി കുടിക്കുമ്പോൾ എന്ത് വ്യത്യാസം എന്തുവാ? കഞ്ഞവെള്ളം കുടിക്കുന്നില്ലേ?